എല്ലാവർക്കും ലോഗോസിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 4. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആര് കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്? ഫരിസേയർ. യേശു നേരിട്ട് ആരെയാണ് സ്നാനപ്പെടുത്തിയത്? ശിഷ്യന്മാരെ. യേശു യൂദയ വിട്ട് എവിടേക്കാണ് പോയത്? ഗലീലി. എവിടെയാണ് സിക്കാർ പട്ടണം? യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ്. യേശു കിണറിന്റെ കരയിൽ ഇരുന്ന സമയം ഏകദേശം 6 മണിക്കൂർ. യേശു സമരിയക്കാരിയോട് സംസാരിച്ചത് എന്ത്? എനിക്ക് കുടിക്കാൻ തരുക. ആര് തമ്മിലാണ് സമ്പർക്കമൊന്നുമില്ലാത്തത്? യഹൂദരും സമരിയക്കാരും. സമരിയക്കാരി യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? പ്രഭോ. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരികയും ചെയ്യുമായിരുന്നു. ജീവജലം. ഞാൻ നൽകുന്ന ജലം അവനിൽ ഡാഷിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. നിത്യജീവൻ. എനിക്ക് ഭർത്താവില്ല എന്ന് ആരാണ് പറഞ്ഞത്? സമരിയക്കാരി. സമരിയക്കാരി സ്ത്രീ യേശു ആരാണെന്നാണ് പറഞ്ഞത്? പ്രവാചകൻ. യഥാർത്ഥമായ ആരാധന സ്ഥലം എവിടെയാണ്? ജെറുസലേമിൽ. രക്ഷ ആരിൽ നിന്നാണ്? യഹൂദരിൽ. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. യഥാർത്ഥ ആരാധകർ. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ആര് ആരോട് പറഞ്ഞു? യേശു സമരിയക്കാരിയോട്. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത് എപ്പോൾ? യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ. സമരിയക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? പട്ടണത്തിലേക്ക്. ആരെങ്കിലും ഇവനെ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തിരിക്കുമോ? ആര് ആരോട് പറഞ്ഞു? ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ ഡാഷിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. നിത്യജീവിതത്തിലേക്ക്. സമരിയക്കാർ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്ത്? യേശു അവരോടൊപ്പം എത്ര ദിവസം വസിച്ചു? തങ്ങളോടൊത്ത് വസിക്കണമെന്ന് 2 ദിവസം അവരോടൊപ്പം വസിച്ചു. അവന്റെ ഡാഷ് ശ്രവിച്ച മറ്റു പലവരും അവനിൽ വിശ്വസിച്ചു. വചനം. സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടാത്തത് ആരാണ്? പ്രവാചകൻ. ആസന്ന മരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞത് ആരാണ്? കഫർനാമിലെ ഒരു രാജസേവകൻ. ഡാഷ് ഡാഷ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല.
അടയാളങ്ങളും അത്ഭുതങ്ങളും. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? ഭൃത്യന്മാർ. രാജസേവകന്റെ മകൻ സുഖം പ്രാപിച്ചത് എപ്പോൾ? 7-ാം മണിക്കൂറിൽ. യൂദയായിൽ നിന്ന് ഗലീലയ്ക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതാണ്.